നമ്മൾ ആലുവ രാജഗിരി ആശുപത്രിയിൽ നിന്നാണ് ഈ തത്സമയ പരിപാടി പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ ഫാദർ ജോൺ വാഴപ്പള്ളിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൂടിയാണ്. ഇതിൻ്റെ രാജഗിരിയുടെ CEO ആണ് അദ്ദേഹം. അപ്പോൾ ഫാദറെ, നമ്മൾ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഗാസ്ട്രോയിലാണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർ സണ്ണി. ഡോക്ടർ നമ്മുടെ ചിരപരിചിതനാണ്. ഡോക്ടറെ സുഖമായിരിക്കുന്നു? സുഖമായി കണ്ടു ഡോക്ടറെ. കഴിഞ്ഞ ദിവസം നമ്മുടെ വെച്ച് കണ്ടിരുന്നു, അവിടെ വെച്ച് കണ്ടു അല്ലേ? നമ്മൾ ആകാശവാണിയിൽ, ഞങ്ങളെ കൊച്ചി ആകാശവാണിയിൽ TP രാജേഷ് ഒരാളുടെ യാത്രയപ്പ് ചടങ്ങ്. അല്ല, ഡോക്ടർ എല്ലായിടും ഉണ്ട്, റേഡിയോയിലും ടെലിവിഷനിലും ഒക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ചേക്കുക. ഡോക്ടറെ, എങ്ങനെയുണ്ട് രാജഗിരി, എങ്ങനെ പോകുന്നു? ഇപ്പോൾ സാധാരണക്കാരെ ആൾക്കാർ ഇത് കൊച്ചിയിലേക്കുള്ള പ്രേക്ഷകരെ കണ്ടുകൊണ്ട്, കൊച്ചി മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള രോഗികളുണ്ടല്ലോ, അവർ കാണുമ്പോൾ ഇപ്പോൾ ചികിത്സാ ചെലവ് വളരെ കൂടുന്നു എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? വരുന്ന രോഗിയോടുള്ള നമ്മുടെ ആ കാര്യത്തിലെ ഡീലിംഗ് എങ്ങനെയാണ്? തീർച്ചയായിട്ടും രോഗികൾക്ക് അങ്ങനെ ഒരു ഭയാശങ്കയുണ്ട്. പക്ഷെ രാജഗിരി ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോകത്തിലെ ഏറ്റവും മികച്ച നിലവാരമുള്ള ചികിത്സ കൊടുക്കും, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ തന്നെ കൊടുക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഒരു പ്രത്യേകത. അതുതന്നെയല്ല, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് അത് പരിഹരിക്കുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനിലും ഞങ്ങളും ഒക്കെ അതിന് സഹായകരമായിട്ട് ഉള്ള നീക്കങ്ങൾ ചെയ്യും. ഒരു അനുഭാവപൂർവമായ ഒരു നിലപാട് എപ്പോഴും ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാകും. ഇതിലുണ്ടല്ലോ ഫാദർ, ഇപ്പോൾ വേറെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ഒരുപക്ഷെ നമ്മുടെ ജോൺ അച്ഛനായിരിക്കും ഇത് പറയാൻ പറ്റുക, ഈ രോഗികളായിട്ട് വരുന്ന ആളുകൾക്ക് രോഗമില്ലെങ്കിലും അഡ്മിറ്റ് ചെയ്യും എന്നുള്ള രീതിയിലുള്ള പരാതികളൊക്കെ പുറത്ത് കേൾക്കുന്നു. നമുക്ക് പരിപാടി രോഗികളായവർ അഡ്മിറ്റ് ചെയ്യാൻ സ്ഥലമില്ല, പിന്നെ അതുകൊണ്ടാണ് നമ്മൾ പുതിയ കെട്ടിടം പണിയുന്നതും വ്യാപിപ്പിക്കുന്നതും. ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല, ഒരടിസ്ഥാനമില്ല. അടിസ്ഥാനം നമുക്ക് അടിസ്ഥാനമില്ല. ഉള്ള സ്ഥലത്ത് നമുക്ക് പേഷ്യൻസിന് കിടത്താൻ സ്ഥലമില്ല. ഡോക്ടറെ, ഈ ഇവിടെ ഏറ്റവും കൂടുതൽ രോഗികളിൽ വരുന്ന എന്ത് തരം ട്രീറ്റ്മെന്റാണ്? ഒന്ന് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഡിസീസിനാണ്. പിന്നെ പ്രത്യേകത എന്താ ഇവിടുത്തെ ഒരു ഗാസ്ട്രോയുടെ ഡിപ്പാർട്ട്മെന്റിന്? നമ്മുടെ ഗാസ്ട്രോ ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ലോകോത്തര നിലവാരമുള്ള ചികിത്സ നൽകുവാൻ സാധിക്കുന്ന തരത്തിലുള്ളതായ ഡോക്ടേഴ്സ് ഉണ്ട്. തന്നെയുമുള്ള ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാത്തരം എക്യുപ്മെൻസും ചികിത്സാ രൂപവും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റാണ്. നമുക്കറിയാം, ദിനം ഇങ്ങനെ ഈ ക്യാൻസർ രോഗികളുടെ എണ്ണം പെരുകിക്കൊണ്ടേയിരിക്കുകയാണ്. പലതരത്തിലുള്ള ക്യാൻസറുകളാണുള്ളത്. ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത് പണ്ട് ഒരു ക്യാൻസർ രോഗ വിദഗ്ധനുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പം അങ്ങനെയല്ല. ക്യാൻസർ രോഗം ചികിത്സിക്കുന്നതിന് വേണ്ടി ഓങ്കോ സർജൻ, റേഡിയേഷൻ കൊടുക്കുന്ന ആൾക്കാരെ, പെറ്റ്, സ്പെക്ട്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്യുന്നതിനുള്ള ഡോക്ടർമാരെല്ലാം ഒരു കുടക്കീഴിൽ വേണം. ഇപ്പോഴേ ഡോക്ടറെ, ഈ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചിലപ്പോഴേ ചില ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയും, ഈ അമേരിക്ക പോലെ വികസിതമായ രാജ്യങ്ങളിൽ കിട്ടുന്ന ചികിത്സാ സാധ്യത തന്നെ ഇപ്പോൾ കേരളത്തിലും കിട്ടുന്നു എന്നാണ് പറയുന്നത്. കാര്യം അവിടെ അമേരിക്കയിലുമൊക്കെ ഈ രോഗികളെ കൊണ്ടുപോകേണ്ട കാര്യമില്ല, വലിയ പണച്ചിലുള്ള കാര്യമാണല്ലോ. ഇപ്പോൾ അങ്ങനെയുള്ള ഈ ക്യാൻസർ ചികിത്സയിൽ എന്തൊരു മാറ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്? അല്ല, 100% ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പ്രക്രിയയാണ്. അതിന് വേണ്ടുന്ന ഒത്തിരി സാങ്കേതിക വൈദഗ്ധ്യം വേണം. അതുപോലെ അതിന് വേണ്ടുന്നതായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, എക്യുപ്മെൻറ്റ്സ് ഒക്കെ വേണം. ഇത് തന്നെയല്ല, ചികിത്സിക്കുന്നതിനൊരു ചികിത്സാ ഏകോപന രീതി വേണം. അതായത് ഇപ്പോൾ ക്യാൻസർ കണ്ടുപിടിച്ചാൽ അതിൻ്റെ സർജറി വേണം. ചിലപ്പോൾ സർജറിക്ക് മുമ്പ് തന്നെ കീമോതെറാപ്പി കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ സർജറിക്ക് ശേഷമായിരിക്കും കീമോതെറാപ്പി കൊടുക്കുന്നത്. അതുപോലെ റേഡിയേഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ ഇത് ഡയഗ്നോസ് ചെയ്യുന്നതിന് പെറ്റ്, സ്പെക്ട്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഇതെല്ലാം ഉള്ള ഒരു ആശുപത്രിയിലേക്കാണ് തീർച്ചയായിട്ടും രോഗികൾ പോകുന്നത്. ഇന്ന് രാജഗിരി മാത്രമല്ല, കേരളത്തിൽ പല ആശുപത്രികളുണ്ട്. രാജഗിരി ഈ വക എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഫാദറെ, നമ്മളിപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ വന്നു. ഇല്ല, B3 ആണ് അല്ലേ എന്ന് പറഞ്ഞാൽ അത് ഒരു വശത്ത് മാത്രമേ അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഫാദറെ, ഈ ചില ആശുപത്രിയിലൊക്കെ ചെന്ന സ്ഥലയലഭ്രമം വരും രോഗിക്ക്, കാരണം ഇത് എങ്ങോട്ടാണ് പോകണ്ടേ? അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ദിശാപ്രശ്നങ്ങളും ഞങ്ങളുടെ ഏതാണ്ട് 100 കണക്കിന് ആളുകൾ വഴികാട്ടി നിർദ്ദേശം കൊടുക്കാനായിട്ടൊക്കെ റെഡിയാണ്. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ? ഇല്ല. ഈ രാജഗിരിയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. 2014 തോന്നി ആശുപത്രി വന്നത് അല്ലേ? അപ്പോൾ ഈ വളരെ 10-11 വർഷം കൊണ്ട് തന്നെ ഈ ലെവലിൽ ഈ ആശുപത്രിക്ക് എത്താൻ പറ്റി. കേരളത്തിൽ നല്ല ഖ്യാതി നേടിക്കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഈ ചെറിയൊരു പീരീഡിനുള്ള, അച്ഛൻ പറഞ്ഞ പോലെ ഈ അച്ഛന്മാർ നേതൃത്വം കൊടുക്കുന്ന ഈ സ്ഥാപനം, ഹിസ്റ്ററി പഠിച്ച ഒരു അച്ഛനാണ് CEO. ഒന്ന്, ഞങ്ങളുടെ ഉള്ളിൽ ഒരു ഫയറുണ്ട്. ആ ഫയർ എന്ന് പറയുന്ന ചരിത്രമുണ്ടല്ലേ? അതിന് ചരിത്രമുണ്ട്. അതായത് ഇതൊരു അച്ഛന്മാർ നടത്തുന്ന ഒരു ക്രിസ്ത്യൻ സ്ഥാപനമാണ്. കർത്താവിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രോഗികളെ തൊട്ട് സുഖപ്പെടുത്തുക. ആ ഒരു മിഷൻ ഉള്ളിൽ കരുതിക്കൊണ്ടാണ് ഞങ്ങൾ ഈ നടക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് മറ്റ് ചിന്തകൾക്കും വിശ്രമിക്കാനൊന്നും ഞങ്ങൾക്ക് നേരമില്ല. ഫാദർ ഇത്രയും കാലത്തെ ഇവിടുത്തെ 10 വർഷം ഇവിടെ ഫാദർ ഉണ്ടായിരുന്നല്ലോ. ഈ 10 കൊല്ലക്കാലത്തെ പ്രവർത്തനം വെച്ച് ഫാദറിന് ഒരു ചോര കിനിയുന്ന
ബ്ലഡ് വരുന്ന ഒരു ആത്മാർത്ഥത പറയാൻ പറ്റുമോ? ഈ രോഗികളോട് എന്നും നമ്മൾ സത്യസന്ധരും ആത്മാർത്ഥമുള്ളവരുമായിരുന്നു. എന്നും നമ്മൾ സത്യസന്ധരായിരുന്നു, ആത്മാർത്ഥതയുള്ളതായിരുന്നു. ഉറപ്പിച്ചു പറയാൻ പറ്റും, യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന്റെ മുന്നോട്ടുള്ള വളർച്ച എങ്ങനെയായിരിക്കും? ഇതിന്റെ മുൻപോട്ടുള്ള വളർച്ച നമുക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കണം. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് DNB കോഴ്സുകൾ ഇപ്പോൾ ഇതിനോടകമുണ്ട്. ഇത് കൂടാതെ ഞങ്ങൾ MRCP എന്ന് പറയുന്നത് UK റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസിന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ഇൻ ഇന്റേണൽ മെഡിസിൻ, അതും ഞങ്ങളിവിടെ ആരംഭിച്ചു. മെഡിക്കൽ കോളേജ് തുടങ്ങണമെന്നാണ് ആഗ്രഹം. പക്ഷേ കേരളത്തിലിപ്പോൾ രോഗികളുടെയും ഡോക്ടറുടെയും അനുപാതം വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഡോക്ടേഴ്സിൻ്റെ എണ്ണവും ഈ മെഡിക്കൽ സീറ്റുകളുടെ എണ്ണവും കൂടുതലാണ്. അതുകൊണ്ട് പുതിയൊരു നയം ഒക്കെ ഇതിന് വരേണ്ടതായിട്ട് വരും. അപ്പോൾ ഞങ്ങൾ മെഡിക്കൽ സ്കൂളിലേക്കും പോകും.